മക്കളെ സ്നേഹാവസ് ആണ്, ഹിന്ദിയാണ് എടുക്കുന്നത്. വരും നമുക്ക് കുറച്ച് നേരം ഹിന്ദി പഠിക്കാം അല്ലേ. അപ്പോൾ ഹിന്ദിയിൽ ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് മക്കൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. ഹിന്ദി ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പോലെയൊക്കെ കുറച്ച് ആൾക്കാർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവും. സാരമില്ല, നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ആദ്യത്തെ യൂണിറ്റ് ഏതായിരുന്നു? നമ്മുടെ ഹിന്ദിയിൽ ഖുദ് സേ പ്യാർ എന്ന് പറയുന്നത് അല്ലേ. എപ്യാർ എന്ന് പറയുന്ന ഒരു പാഠമായിരുന്നു, യൂണിറ്റ് ആയിരുന്നു. അതിൽ തന്നെ നമ്മൾ എന്താണ് സ്വന്തം സ്നേഹിക്കുവാനും പ്രകൃതിയെ സ്നേഹിക്കുവാനും പഠിപ്പിക്കുന്ന ഒരു അടിപൊളി യൂണിറ്റ് ആണ് ഇതെന്ന് പറയുന്നത് അല്ലേ, ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഭാഗങ്ങളുടെ ഖുദ് സേ പ്യാർ എന്ന് പറയുന്ന ആ ഒരു കവിത കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ഈ ഒരു സംഭവം ഖുദ് സേ പ്യാർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിലൊക്കെ എന്താ പറയുന്നത്? നമ്മൾ സ്വന്തം സ്നേഹിക്കുക അല്ലേ. സ്വന്തം സ്നേഹിച്ചാൽ മാത്രമേ ഉള്ളൂ പ്രകൃതി അവനെന്താണ് സ്വന്തം സ്നേഹിച്ചത് കൊണ്ടാണ് അവന് നമ്മളെ ഇത്രയും നന്നായിട്ട് കെയർ ചെയ്യാൻ പറ്റുന്നത്, മനുഷ്യന്മാരെ, ജീവജാലങ്ങളെ അല്ലേ. അപ്പോൾ പ്രകൃതിയുടെ സ്നേഹത്തിനെ കുറിച്ച് പറയുന്ന ഒരു യൂണിറ്റ് ആണ് നമ്മുടെ പ്യാർ എന്ന് പറയുന്നത് മെയിനായിട്ടും. അപ്പോൾ അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് സാഫ് സഫായി മേ അവൽ ഗാവ് എന്ന് പറയുന്നതാണ്. അതിലും എന്ത് തന്നെയാണ് പ്രകൃതിയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടും നമ്മൾ എത്രത്തോളം പ്രകൃതിയെ സ്നേഹിക്കണമെന്നും അതിനെ എത്രത്തോളം നമ്മൾ ക്ലീനായിട്ട് സംരക്ഷിക്കണമെന്നും പറഞ്ഞു തരുന്ന ഒരു ലേഖമാണ്, ഒരു ചാപ്റ്ററാണ് സാഫ് സഫായി മേ അവൽ ഗാവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊന്നുമല്ല നമ്മുടെ സംഭവം, ഇതൊന്നുമല്ല നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഈ യൂണിറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളെ കുറിച്ചിട്ടാണ്. നമ്മുടെ യൂണിറ്റിൻ്റെ മൊത്തത്തിൽ നമുക്കൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. പരിസ്ഥിതി സംരക്ഷൺ പെർ പോസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം പറയുന്നുണ്ട്. അതായത് ഈ ഒരു പാഠത്തിൽ നിന്നും ഈ യൂണിറ്റിൽ നിന്നും ഏറ്റവും നന്നായിട്ട് ചോദിക്കാൻ പോകുന്ന, വരാൻ വളരെ ചാൻസ് കൂടുതലുള്ള, ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്താ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് മക്കളെ, പോസ്റ്ററാണ്. എന്തായാലും വരും, എന്തായാലും നമ്മുടെ ഈ ഒരു എക്സാമിന് ഇത് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് മക്കൾ നേരൊന്നും വെഴുക്കേണ്ട, ഈ ഓണം എക്സാമിനായിട്ട് കാത്തു നിൽക്കൊന്നും വേണ്ട. ആദ്യമേ ഇതങ്ങ് പഠിച്ച് സെറ്റാക്കുക. ചെറുപ്പം മുതലേ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു സംഭവമാണ് എന്ത്, ആ പ്രകൃതി എൻവയോൺമെന്റിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റർ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. ചിലപ്പോഴെങ്കിലും നിങ്ങൾ ഹിന്ദിയിൽ കേട്ടിട്ടുണ്ടാവാൻ സാധ്യത കുറവാണ്, എന്നാലും ഹിന്ദിയിൽ കുറച്ച് വാക്കുകളെങ്കിലും മക്കൾ എന്താണ് പഠിച്ചിട്ടുണ്ടാവും ഈ ഒരു പ്രകൃതി സംരക്ഷണത്തിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ എന്താണ് പരിസ്ഥിതി സംരക്ഷണത്തിനെ കുറിച്ചിട്ട് അല്ലേ. അപ്പം ഇനി അത് ഡൗട്ട് അടിച്ച് നിൽക്കൊന്നും വേണ്ട, ഇത് നമുക്ക് പഠിക്കണം, നിർബന്ധമായിട്ടും പഠിക്കേണ്ട കാര്യമാണ്, എന്തായാലും വരാൻ പോകുന്ന സാധനമാണ്. അതുകൊണ്ട് ഇത് എങ്ങനെയാണ് ഒരു പോസ്റ്റർ തയ്യാറാക്കുന്നത്, മാത്രമല്ല അതിൽ എന്തൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഇതിൽ പറയാൻ പോകുന്നത്. ആദ്യം മക്കൾ നോക്കേണ്ട ഒരു കാര്യം നോക്കിക്കേ, സന്ദേശവാക്യ ജോഡിക്കർ എന്ന് നമുക്ക് കൃത്യമായിട്ട് തന്നിട്ടുണ്ടാവും. നമുക്ക് ഈ 7ാം ക്ലാസ്സിൽ 2 തരം പോസ്റ്ററുകളാണ് പഠിക്കാനുള്ളത്. ഒന്ന് എന്താണ്, ഇതേപോലെ സന്ദേശവാക്യം എന്താണ്, ഓരോ സന്ദേശങ്ങൾ കൊടുക്കുക. അതിപ്പോൾ എന്താണ്, ആ പ്ലാസ്റ്റിക് ഇടരുത്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ പരിസ്ഥിതിയെ സംരക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു സന്ദേശം തരാം. അങ്ങനത്തെ സന്ദേശം കൊടുത്തുകൊണ്ടുള്ള പോസ്റ്റർ ആണെങ്കിൽ ഇത് ഇങ്ങനെയാണ് എഴുതേണ്ടത്. വേറൊരു പോസ്റ്റർ മക്കൾക്ക് പഠിക്കാനുണ്ട്, അത് നമ്മൾ ഇതേ വഴിയെ നമ്മൾ പരിചയപ്പെടും. ഒരു നോട്ടീസ് കണക്കുള്ള ഒരു പോസ്റ്റർ ഉണ്ട്. ഇപ്പം തൽക്കാലം അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കേണ്ട. ഇപ്പം നമ്മൾ ഇതേ സന്ദേശവാക്യം അല്ലേ, സന്ദേശം കൊടുത്തുകൊണ്ട് എങ്ങനെ ഒരു പോസ്റ്റർ എഴുതാമെന്നാണ് പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചേ. ഓക്കെ, നമ്മൾ പരിസ്ഥിതിക്ക്, നമ്മുടെ എൻവയോൺമെന്റിന് ഹിന്ദിയിൽ പറയുന്നത് പര്യാവരൺ എന്നാണ്. എന്താണ് പര്യാവരൺ? ഇത് നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ മക്കള്. ഒരു തരത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഇതിന്റെ സ്പെല്ലിങ്ങുകളും കാര്യങ്ങളൊന്നും തെറ്റിക്കാൻ പാടില്ല. ശരിക്കും ശ്രദ്ധിച്ച് നോക്കിയിട്ട് എഴുതാം കേട്ടോ. നോക്കിക്കേ, പര്യാവരൺ കി രക്ഷ ഹമാരി സുരക്ഷ. എപ്പോഴും നമ്മൾ പറയുന്നത് അല്ലേ, പരിസ്ഥിതിയുടെ രക്ഷ എന്ന് പറയുന്നതാണ് നമ്മുടെ സുരക്ഷ അല്ലെ. നോക്കിക്കേ, ഒന്നുകൂടി മിസ് അർത്ഥം പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. പര്യാവരന്റെ എൻവയോൺമെന്റിന്റെ അല്ലെങ്കിൽ എന്താണ് പരിസ്ഥിതി അല്ലേ, പരിസ്ഥിതിയുടെ എന്തെന്ന് പറയുന്നത് രക്ഷ എന്ന് പറയുന്നത് ഹമാരി, നമ്മുടെ എന്താന്ന് പറയുന്നത് സുരക്ഷയാണ്. പഠിച്ചു വെച്ചോണം. ഇങ്ങനെയുള്ള പോസ്റ്റർ എഴുതുന്ന സമയത്ത് ഒരു രണ്ട് സന്ദേശമെങ്കിലും മക്കൾ എഴുതണം. 3 എണ്ണം പഠിച്ചാൽ നിങ്ങൾക്ക് സൂപ്പറായിട്ട് മാർക്ക് കിട്ടും. 2 എണ്ണമെങ്കിലും പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഇതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള 2 എണ്ണം മക്കൾ പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, രണ്ടാമത് നമ്മൾ പറയുന്നത് എന്താണെന്ന് നോക്കിക്കേ, പ്രദൂഷൺ ഹട്ടാവോ പര്യാവരൺ ബച്ചാവോ. നോക്കിക്കേ, പ്രദൂഷൺ എന്ന് വെച്ചാൽ എന്താണ്, മലിനീകരണമാണ് അല്ലെ. നോക്കിക്കേ, മലിനീകരണം അല്ലെങ്കിൽ മാലിന്യങ്ങളൊക്കെ. ഹട്ടാവോ എന്ന് വെച്ചാൽ എന്താണ്, ഇവിടെ നിന്നും നമ്മുടെ ഈ ഒരു ഭൂലോകത്ത് നിന്നും ഒഴിവാക്കൂ എന്നുള്ള അർത്ഥം അല്ലെ. മലിനീകരണം ഒഴിവാക്കൂ അല്ലെങ്കിൽ അതിനെ കളയൂ എന്നൊക്കെയുള്ള മീനിങ് ആണ്. പര്യാവരൺ ബച്ചാവോ, നമ്മുടെ എൻവയോൺമെന്റിനെ രക്ഷിക്കൂ. ബച്ചാവോ എന്ന് വെച്ചാൽ എന്താണ്, രക്ഷിക്കൂ എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, നമ്മൾ മൂന്നാമത്
പറയുന്ന നമ്മുടെ സന്ദേശവാക്യം എന്താണ്? പേട് ലഗാവോ, എപ്പോഴും നമ്മൾ പറയുന്നതാണ്. മരം വെച്ച് പിടിപ്പിക്കൂ, പിന്നെ എന്താണ്? വെള്ളം സംരക്ഷിക്കൂ എന്ന് പറയുന്നത് അല്ലേ. നോക്കിയേ, ഇങ്ങനത്തെയുള്ള ഓരോ കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. വളരെ ആവശ്യമുള്ള സെന്റൻസുകളാണ് ഇതൊക്കെ കേട്ടോ. പേട് ലഗാവോ എന്നാണ്. ഓക്കെ, മരം ലഗാവോ, വെച്ച് പിടിപ്പിക്കൂ. പാനി ബച്ചാവോ അല്ലേ. ഓക്കെ, മരം വെച്ച് പിടിപ്പിക്കൂ, വേണമെങ്കിൽ എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, പാനി ബച്ചാവോ എന്നാണ്. ആ വെള്ളത്തെ സംരക്ഷിക്കൂ അല്ലെങ്കിൽ രക്ഷിക്കൂ എന്നൊക്കെയുള്ള അർത്ഥമാണ് അല്ലേ. ഓക്കെ, ഇതാണ് നമ്മുടെ സന്ദേശവാക്യങ്ങൾ എന്ന് പറയുന്നത്. വെറുതെ ഇങ്ങനെ ഈ സന്ദേശവാക്യങ്ങൾ എഴുതി വെച്ച ഒരു പോസ്റ്റർ ആവോ? ഇല്ല. പോസ്റ്റിൻ്റെതായ കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ. ആദ്യം മക്കൾ എന്ത് ചെയ്യണം? ഒരു ബോക്സ് വരച്ചിട്ടുണ്ടോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യമാണ്. ഈ സന്ദേശവാക്യങ്ങളൊക്കെ ഒരു ബോക്സിനുള്ളിലാക്കിയിട്ട് എഴുതണം. ഒരു വടിയൊന്നും വരയ്ക്കേണ്ടതേ, ഇങ്ങനെ പ്ലക്കാർഡ് പോലെയൊന്നും എഴുതാൻ പാടില്ല. മക്കൾ പലപ്പോഴും അങ്ങനെ എഴുതാറ്, അങ്ങനെ എഴുതരുത്. പ്ലക്കാർഡാണ്, അത് വേറെ സാധനമാണ്. പോസ്റ്ററിൻ്റെ അകത്ത് എന്താണ്? ഒരു വര, എന്താണ്? ഒരു ചതുരം, ഒരു ബോക്സിൻ്റെ ഉള്ളിലാക്കി വെച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട കേട്ടോ. പിന്നെ ചിത്രം വരയ്ക്കുക. ചിത്രം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വരയ്ക്കാണ്. അത് ഈ പരിസ്ഥിതി സംരക്ഷണമൊക്കെ ആകുമ്പോൾ ഈസിയാണ്. നോക്കിക്കേ, ഒരു വട്ടം വരയ്ക്കുക, പിന്നെ എന്താ? ഇങ്ങനെ ഇട്ട് കൊടുത്താൽ എന്തായി? പിന്നെ ഒരു കണ്ണും മൂക്കും വരച്ചു കൊടുത്താൽ എന്തായി? നമ്മുടെ ഭൂമിയായി. അതേപോലെ ഒരു മഴത്തുള്ളീൻ്റെ ചിത്രം വരച്ചതേ, ഒരു കണ്ണും മൂക്കും കാലൊക്കെ വരച്ചു കൊടുത്താൽ എന്തായി? മഴത്തുള്ളിയായി, വെള്ളത്തുള്ളിയായി. അപ്പം അങ്ങനെ കുറച്ചൊരു കുഞ്ഞി ചിത്രമൊക്കെ വരച്ച് വെച്ചോ, നല്ലതാണ്. ചിത്രമൊക്കെ വരച്ച് വെക്കുക. പിന്നെന്താണ്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവസാനം എഴുതേണ്ട ആളാണ് ആരെന്ന് പറയുന്നത്? ക്ലബിൻ്റെ പേര്. ഈ പോസ്റ്റർ ഒട്ടിച്ച് വെച്ചത് ഏതെങ്കിലും ഒരു ക്ലബ്ബ് ആയിരിക്കുമല്ലോ. സോഷ്യൽ ക്ലബ്, ഹിന്ദി ക്ലബ് എന്നൊക്കെ പറഞ്ഞ് കുറേ ക്ലബ്ബുകൾ ഉണ്ടാവല്ലോ. ഇനി ഒന്നും കിട്ടിയില്ലെങ്കിൽ മക്കൾ ക്ലബ്ബ് എന്നെങ്കിലും എഴുതി വെക്കണം. അവസാനം കേട്ടോ. ഇത് എവിടെ എഴുതേണ്ടത്? അടിയിൽ. എല്ലാ സന്ദേശവാക്യങ്ങളും ചിത്രങ്ങളും ഒക്കെ മക്കൾ എഴുതി കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനമാണ് ഇത് ചേർക്കേണ്ടത്. നോക്കിക്കേ, സോഷ്യൽ ക്ലബ്ബാണ് അല്ലെങ്കിൽ ഹിന്ദി ക്ലബ്ബാണ് എന്ന് പറഞ്ഞിട്ട് അവസാനം എഴുതുന്നു. അങ്ങനെ നമ്മുടെ നമ്മൾ ഫുള്ള് നമ്മുടെ ബോക്സ് ഫില്ല് ചെയ്തിട്ട് എഴുതുന്നു, ഫുള്ളാക്കുന്നു. ഇതാണ് നമ്മുടെ പോസ്റ്റർ എന്ന് പറയുന്നത്. ഇത്രയും എഴുതി കഴിഞ്ഞാൽ മക്കൾക്ക് സൂപ്പറായിട്ട് മാർക്ക് കിട്ടും. ഇതെന്തായാലും ചോദിക്കാൻ പോകുന്ന സംഗതിയാണ്. അതുകൊണ്ട് ഇപ്പോഴേ പഠിച്ചു വെച്ചോളാം. പലർക്കും എന്താണ്? ക്ലാസ് ടെസ്റ്റ് ഒക്കെ നടക്കാനുള്ള സമയമായിട്ടുണ്ടാവും. ക്ലാസ് ടെസ്റ്റിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു പോസ്റ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ട് നന്നായിട്ട് പഠിച്ചു വെച്ചോളാം. നമ്മുടെ ഓണപരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതേപോലുള്ള കുഞ്ഞു കോൺസെപ്റ്റുകളായിട്ട് ഇനിയും വരുന്നതായിരിക്കും. ബൈ ബൈ.